ഇന്ന് പുറത്തു വന്ന 3 ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പാകിസ്ഥാൻ പുറത്താകാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ മാച്ച് മാത്രം ഹൈബ്രിഡ് മോഡലിൽ നടത്താൻ പാകിസ്ഥാൻ സമ്മതിച്ചു. പക്ഷേ അവർ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുകയാണ്. 2027 വേൾഡ് കപ്പിൽ പാകിസ്ഥാന്റെ മത്സരവും ഹൈബ്രിഡ് മോഡലിൽ നടത്തണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പിന്മാറും. ഇന്ത്യയിൽ പാകിസ്ഥാന് യാതൊരു കുഴപ്പവുമില്ലെന്നും അതുകൊണ്ട് ഹൈബ്രിഡ് മോഡൽ ഇന്ത്യയിൽ നടക്കില്ലെന്നാണ് ICC അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താകാനാണ് ഒരുങ്ങുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മ കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് അവസാനിച്ച രണ്ടാമത്തെ ടെസ്റ്റിലും ഇന്ത്യ തോറ്റിരിക്കുകയാണ്. രോഹിത് ശർമ്മയും കോഹ്ലിയും ഫോം ഔട്ടായിരുന്നു. ഇന്ത്യയുടെ സീനിയർ താരങ്ങളെ ടെസ്റ്റ് ടീമിൽ നിന്ന് ഒഴിവാക്കാനാണ് BCCIയുടെ പദ്ധതി. ഒരുപക്ഷെ ഓസ്ട്രേലിയൻ ടെസ്റ്റ് കഴിഞ്ഞാൽ രോഹിത് ശർമ്മയും കോഹ്ലിയും ടെസ്റ്റ് ടീമിൽ ഉണ്ടായിരിക്കില്ല. രണ്ടുപേരെയും ഒഴിവാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ജസ്പ്രീത് ബുംറയ്ക്ക് കൈമാറും. രോഹിത് പിന്നെ ഏകദിനത്തിൽ മാത്രമായിരിക്കും കളിക്കാൻ പോകുന്നത്. കോഹ്ലിയും ഇപ്പോൾ ടെസ്റ്റിൽ ഫോം ഔട്ടാണ്. രണ്ട് താരങ്ങൾക്കും വയസ്സായി വരികയാണ്. അതുകൊണ്ട് ടെസ്റ്റ് ടീമിൽ നിന്ന് മാറ്റുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സഞ്ജു ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജുവിനെ ഒരു മാച്ചിൽ പോലും കളിപ്പിച്ചില്ല. സൈഡ് ബെഞ്ചിലായിരുന്നു സഞ്ജുവിന്റെ സ്ഥാനം. ഇപ്പോഴിതാ അടുത്ത ICC ടൂർണമെന്റ് എത്തിയിരിക്കുകയാണ്. ഈ ഫെബ്രുവരിയിലാണ് ചാമ്പ്യൻസ് ട്രോഫി. പാകിസ്ഥാനിലാണ് നടക്കുന്നത്. ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജു ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവും ഋഷഭ് പന്തുമായിരിക്കും ഇന്ത്യയുടെ കീപ്പർമാർ. സഞ്ജുവിന് ചിലപ്പോൾ ഓപ്പണിംഗിൽ സ്ഥാനം കിട്ടാനും സാധ്യതയുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി വരെ സഞ്ജു മികച്ച കളി പുറത്തെടുത്താൽ ഇപ്രാവശ്യത്തെ ICC ടൂർണമെന്റിൽ സഞ്ജുവും ഉണ്ടായിരിക്കും. സഞ്ജു ഉണ്ടെങ്കിൽ ഇന്ത്യ കപ്പ് നേടുമെന്ന വിശ്വാസം എല്ലാവർക്കുമുണ്ട്. സഞ്ജുവിന്റെ നിലവിലെ ഫോമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിനെടുക്കാൻ BCCIക്ക് പ്രേരണയായിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.